ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് വെളിപാട് പുസ്തക പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വെളിപാട് പുസ്തകം 22 അധ്യായങ്ങൾ ഉള്ളത്. അതിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ്, അതിന്റെ ഓവറോൾ പിക്ചർ, ആദ്യം മുതൽ അവസാനം വരെ എന്ത് നടക്കുന്നു എന്ന് ഇന്ന് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് മേ ബി ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഓർ ഇവന്റ് ബൈ ഇവന്റ് നമുക്ക് പഠിക്കാം. ഇന്ന് കഴിയുന്നത്രയും ഞാൻ ഏറ്റവും സംക്ഷിപ്തമായ രൂപത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട മേജർ ഇവന്റുകളെല്ലാം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിന്റെ യുദ്ധം, ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഒക്ടോബറിൽ ആരംഭിച്ചു. ഒരു വർഷത്തിന് ശേഷമുണ്ടായ ഈ ലോകത്തിലെ സംഭവ വികാസങ്ങളും ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സും അതിനു മുമ്പുണ്ടായിരുന്ന ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സും അവസ്ഥകൾക്കും ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കാലചക്രം വളരെ വേഗത്തിൽ ആ യുദ്ധത്തിന് ശേഷം തിരിയുന്നതായി കാണാം. സംഭവ വികാസങ്ങൾ വേദപുസ്തകത്തിന് അനുസരണമായി മുൻപോട്ട് പോകുന്നതായിട്ട് ചുറ്റുപാടുകളെ വാച്ച് ചെയ്യുന്നവർക്ക്, ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നവർക്ക്, ലോകത്തെ നിരീക്ഷിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും. എന്തോ സംതിങ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് ചേഞ്ച് ചെയ്യുന്നു. ഇസ്രയേലിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അവരുടെ സ്റ്റാറ്റസിന് മാറ്റം വന്നു. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യാസമായി വന്നിരിക്കുന്നു. പല രാജ്യങ്ങളും, അവരുടെ ചുറ്റുപാടുകളിലുമുള്ള പല രാജ്യങ്ങളും അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരുമായിട്ട് ഒരു കൊയലീഷൻ ഉണ്ടാക്കുവാൻ, അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ചക്രം വളരെ വേഗം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വേറൊരു അടയാളങ്ങളും പ്രദർശിപ്പിക്കാതെ ഒരിക്കൽ അത് ഇന്ന് രാത്രിയാകാം, നാളെയാകാം, അടുത്ത മാസമാകാം, അടുത്ത വർഷമാകാം, ഒരു റാപ്ചർ സംഭവിക്കുവാൻ പോകുന്നു. ഒരു ഉൽപ്രാപണം സംഭവിക്കാൻ പോകുന്നു. വിതൗട്ട് എനി വാർണിംഗ്, വിതൗട്ട് എനി ക്ലൂ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇത് സംഭവിക്കുവാൻ പോവുകയാണ്. കപ്പല് തീരം വിടുവാൻ പോവുകയാണ്. യാത്രക്കാരെയും കയറ്റിക്കൊണ്ട്, പാസഞ്ചേഴ്സിനെ മുഴുവൻ കയറ്റിക്കൊണ്ട് കപ്പല് ആ ഡെക്കിൽ നിന്ന് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറുവാൻ സാധിക്കത്തില്ല. നാം എല്ലാവരും ആ കപ്പലിൽ ആയിത്തീർന്നു എന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തണം. ഒരു റാപ്ചർ, സഭയുടെ ഉൽപ്രാപണം സംഭവിക്കുവാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ഫോർ ദ കമ്മിങ് ഓഫ് ദ മെസ്സായ, ദ ലോർഡ് ജീസസ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക്, വിശ്വാസത്താൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ, there is only one way to reach heaven. There is only one way to be taken with Christ in the rapture. അത് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടിയാണ്. വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്തവര് എത്രയും വേഗം ഒരുങ്ങുക, വീണ്ടും ജനനത്തിന് വേണ്ടി തയ്യാറെടുക്കുക. യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിലേക്ക് അവർ സ്വീകരിക്കുക. സഭ അല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ഏത് സഭയിൽ നിന്നാലും സഭയല്ല ഇവിടുത്തെ വിഷയം. നാം വീണ്ടും ജനിച്ചിട്ടുള്ളവരാണോ, കർത്താവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഒരു റാപ്ചർ സംഭവിക്കുവാൻ പോകുന്നു. അതിന് യാതൊരു ക്ലൂവും യാതൊരു സൈനും കാണത്തില്ല. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ അത് സംഭവിക്കും എന്ന് ഞാൻ പറയുമ്പോൾ, ലോക സംഭവങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടും. എന്നാൽ ഇത് സംഭവിക്കുന്നത് കർത്താവ് തന്നെ പറയുന്നു, കള്ളൻ വരുന്നത് പോലെ ആയിരിക്കും. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. ഇന്ന് ഈ പ്രെയർ ലൈൻ അല്ലെ ഈ സൂം ലൈന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കുമോ എന്നറിയത്തില്ല. കാരണം ഇതിനിടയിൽ നാം എല്ലാം പറന്നു പോയെന്ന് വരാം. ഇവിടെ നിന്ന് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വരാം. മധ്യാകാശത്തിലേക്ക് നാം എടുക്കപ്പെട്ടു എന്ന് വരാം. അതായത് നാം ഡ്രൈവ് ചെയ്യുമ്പോൾ, ആരെങ്കിലും ഒരു വ്യക്തി ഡ്രൈവ് ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ
ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് സൈൻ ഒന്നും ഇല്ല അതിനല്ലേ. വേറൊരു വണ്ടിയുമായിട്ട് കൂട്ടിമുട്ടുന്നു, ആക്സിഡന്റ് ഉണ്ടാകുന്നു. അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളും മുമ്പ് വാണിംഗ് ഒന്നുമില്ല. വന്നു, ഇടിക്കുന്നു. ഇടി കഴിയുമ്പോഴാണ് തിരിച്ചറിവ് വരുന്നത്, നാം ആക്സിഡന്റിൽ പെട്ടു എന്ന്. ഇതിന് മുമ്പ് അറിയാമായിരുന്നെങ്കിൽ ഒരുങ്ങിയിരിക്കാമായിരുന്നു എന്ന് പറയുന്നത് പോലെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സംഭവം കഴിയുകയാണ്, കൈവിടപ്പെട്ടു പോവുകയാണ്. നാം ഒരുങ്ങണം. ഒരു റാപ്ചർ സംഭവിക്കുവാൻ പോകും. റാപ്ചർ സംഭവിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാ വ്യക്തികളും, ഏത് സഭയിൽ ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികളും ആ റാപ്ചറോടുകൂടി എടുക്കപ്പെടും. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിയാൽ, അനേക ഇസ്ലാമിക് കൺട്രീസിലേക്ക് നോക്കിയാൽ ഒരുപാട് പേരും യേശുവിനെ അംഗീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇന്ന് റിവൈവല് നടന്നുകൊണ്ടിരിക്കുന്നതും കർത്താവിനെ അംഗീകരിക്കുന്നതുമായ രാജ്യം ഇറാനാണ്. അതുപോലെ പല മുസ്ലിം രാജ്യങ്ങളുമാണ്. ആ റാപ്ചറിന് വേണ്ടി നാം ഒരുങ്ങുക. അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം, ബില്യൺസ് ഓഫ് ജനങ്ങള് ഇവിടെ നിന്ന് ഒരിക്കൽ മാറ്റപ്പെടും. മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അവിടെ വേറൊരു സംഭവം നടക്കുന്നത് നാം ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, റിസ്ട്രെയിനർ will be taken away. അതായത് തടുക്കുന്നവൻ ആ വഴിയിൽ നിന്ന് മാറിപ്പോകും. അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് വഴിയിൽ തടുക്കുന്നവൻ, പരിശുദ്ധാത്മാവ് തന്റെ സഭ മൂലം ആന്റൈ ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അധർമ്മമൂർത്തിയായ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടാതെ ഇരിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. how much we are blessed because of the ministry of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനത്താൽ നാം എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. ഒരു പക്ഷേ ആന്റൈ ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ ഉണ്ട്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, തന്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ട്. ഇനിയും നോഹയുടെ കാലത്ത് ഒരു ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് ഈനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവനെ ദൈവം എടുത്തു. അതുകൊണ്ട് തന്നെ റാപ്ചറിന് ശേഷമായിരിക്കാം ഈ മഹോപദ്രവകാലം സംഭവിക്കുന്നത്. നോഹയുടെ കാലത്ത് ഒരു ജലപ്രളയം വരുന്നതിന് മുമ്പ്, ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുമ്പ്, നോഹയും കുടുംബവും സുരക്ഷിതമായി ഒരു പെട്ടകത്തിൽ കയറ്റി ദൈവം അവരെ മാറ്റി. എന്ന് പറയുന്നത് പോലെ ഒരു വലിയ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെട്ട് ഒരു വലിയ ട്രിബുലേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവം സഭയെ ഇവിടെ നിന്ന് മാറ്റും. സൊദോം ഗോമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തെയും ദൈവം അവിടെ നിന്ന് മോവാബ്യ ദേശത്തേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം പറഞ്ഞയച്ചു, അവനെ രക്ഷിച്ചു. റേഹാബ് എന്ന വേശ്യ ജെറിക്കോ പട്ടണം പിടിക്കുന്നതിന് മുമ്പ് അവളെ ഇസ്രയേൽ സ്പൈസ് അവര് രക്ഷപ്പെടുത്തി. ഒരു വലിയ ട്രിബുലേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അധർമ്മമൂർത്തിയായവൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടും അധർമ്മമൂർത്തിയെ തടുത്ത് നിർത്തുന്ന പരിശുദ്ധാത്മാവ്, റിസ്ട്രെയിനർ, വിൽ ബി ടേക്കൺ എവേ ഫ്രം ദിസ് എർത്ത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറും. Immediately the world will plunge into a chaos. ഒരു വലിയ അരാജകത്വത്തിലേക്ക്
ലോകം മാറുവാൻ പോവുകയാണ്. അറ്റ് ദ സെയിം ടൈം ഒരു വലിയ റിവൈവലും നടക്കുവാൻ പോവുകയാണ്. നാം ഇന്ന് സുവിശേഷം പറഞ്ഞിട്ടുള്ള എല്ലാവരും, അത് റിജക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അന്ന് മനസ്സിലാക്കും, അവർ കൈവിടപ്പെട്ടു പോയി, they were left behind എന്ന് അവർ മനസ്സിലാക്കി. ഒരുപാട് വ്യക്തികളും അന്ന് ദൈവം മുമ്പാകെ മുട്ടുകുത്തി ഒരു വലിയ റിവൈവല് അന്ന് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. അറ്റ് ദ സെയിം ടൈം ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് പൈശാചികമായ അരാജകത്വം നടമാടുകയും ചെയ്യും. കാരണം സഭ ഇവിടുന്ന് പോയി, തടുക്കുന്നവനായ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. ഇത് ഉടനെ തന്നെ കളമൊരുങ്ങുന്നത് എസെക്കിയേൽ 38-39 അധ്യായങ്ങളിൽ പറയുന്ന ഗോഗ് മാഗോഗ് യുദ്ധത്തിലേക്ക് കളമൊരുങ്ങുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് മാറി, സഭ ഇവിടുന്ന് മാറി. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പലപ്പോഴും അവിടെ വസിക്കുന്ന ആ ജനത്തില് വിശ്വാസികളെല്ലാം അവിടെ നിന്ന് മാറ്റപ്പെട്ടു. ഇസ്രയേല് ഒറ്റയ്ക്കായി. അമേരിക്ക വിൽ സ്റ്റോപ്പ് സപ്പോർട്ടിങ് ഇസ്രയേൽ. കാരണം ഇവിടുന്ന് സഭ മാറ്റപ്പെട്ടു, ഇസ്രയേല് ഒറ്റയ്ക്കാവുകയാണ്. ഇവിടെ ഗോഗ് മാഗോഗ് യുദ്ധത്തിലേക്ക് വരികയാണ്. എസെക്കിയേൽ 38-39 പറയുന്നത് പോലെ റഷ്യയുടെ നേതൃത്വത്തിൽ അനേക രാജ്യങ്ങള്, ഇറാന്, ഇറാഖ്, ടർക്കി, ലിബിയ, ഇത്യോപ്യ ആദിയായ രാജ്യങ്ങളും മറ്റ് അലൈസും എല്ലാം റഷ്യയുടെ നേതൃത്വത്തില് അവർ ഇസ്രയേലിനെതിരെ കടന്നു വരും. ഇസ്രയേലിനെ ഒറ്റയ്ക്കായി തീരും. അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ അന്ന് കാണത്തില്ല. കാരണം ഇസ്രയേൽ എവിടെ? വീണ്ടും ജനിച്ച സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു. ലോകരാഷ്ട്രങ്ങൾ ഒന്നും അവരുടെ കൂടെ കാണത്തില്ല. അവരെല്ലാവരും ഒറ്റയ്ക്കായിരിക്കും. എന്നാൽ ആ യുദ്ധത്തിൽ അവർ കർത്താവിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ, അവരുടെ മശിഹായിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ, രക്ഷയ്ക്ക് വേണ്ടി അവർ നിലവിളിക്കുമ്പോൾ, രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ കർത്താവിന്റെ പണിപ്പുരയിലെ ആയുധങ്ങളായ അനേക പ്രകൃതിക്ഷോഭങ്ങളാൽ റഷ്യയും കൂടെ വരുന്ന അവരുടെ അലൈസും തകർന്നു പോകും. അവര് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയായി പോകും. റഷ്യ വിൽ നോ ലോങ്ങർ ബി എ പവർ. റഷ്യ വിൽ നോ ലോങ്ങർ ബി എ പവർഫുൾ നേഷൻ. റഷ്യ അതോടുകൂടി പൂർണ്ണമായിട്ടും തകർന്നു പോവുകയാണ്. ഈ ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം വീണ്ടും ഒരു വലിയ അരാജകത്വത്തിലേക്ക് ലോകം വീഴുമ്പോൾ, ഇവിടെ നിന്ന് സഭ എടുക്കപ്പെട്ട മാറിക്കഴിയുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം കൂടെ തീരുമാനിക്കും, ഒരു നേതാവ് മശിഹ എന്ന് തോന്നത്തക്ക വിധം, ഇസ്രയേലിന്റെ മശിഹ എന്ന് തോന്നത്തക്ക വിധം ഒരു വെള്ളക്കുതിരപ്പുറത്ത് സമാധാനവുമായിട്ട് എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും അംഗീകരിക്കത്തക്ക അംഗീകരണത്തിന് യോഗ്യനായ ഒരു വ്യക്തി, ഒരു നല്ല ഒരു ലീഡർ എഴുന്നേറ്റു വരും സമാധാനവുമായിട്ട്. നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കാം. ഇസ്രയേലും മറ്റ് ഇസ്ലാമിക് കൺട്രീസും ചുറ്റുപാടുകളുമുള്ള രാജ്യങ്ങളും എല്ലാവരുമായി സമാധാനം ഉണ്ടാക്കാം. ഇവിടുന്ന് പോകേണ്ടവരെല്ലാം പോയി. അതുകൊണ്ട് നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കാം. ഒരു സമാധാനകാംക്ഷിയായ, സമാധാനപ്രിയനായ, എന്നാൽ മുസ്ലിം വേൾഡും അതുപോലെ ഇസ്രയേലും ഒരുപോലെ അംഗീകരിക്കുന്ന, ലോകത്തിലെ നല്ലൊരു വിഭാഗവും അംഗീകരിക്കുന്ന ഒരു നേതാവ് അന്ന് എഴുന്നേറ്റ് വരും. ആ നേതാവ് ഇന്ന് ലോകത്തിലുണ്ട്. ആരാന്ന് നമുക്കാർക്കും അറിയത്തില്ല. ഇന്ന് ലോകത്തിലുണ്ടത്. ഇപ്പൊ ആരുടെയെങ്കിലും പേര് നമ്മൾ പറയാൻ പോയാൽ അതെല്ലാം ദാറ്റ് വിൽ ബി ജസ്റ്റ് മിയർ സ്പെക്കുലേഷൻ. നമ്മൾ അനുമാനം മാത്രമായിരിക്കും. അതുകൊണ്ട് അവിടെ ആരോ ഒരാളുണ്ട്, അധർമ്മമൂർത്തിയായവൻ പ്രത്യക്ഷപ്പെടും, അവനിവിടെ ഉണ്ട്. എന്നാൽ തടുക്കുന്നവൻ തടഞ്ഞു നിർത്തിയിരിക്കുക. അതുകൊണ്ട് അവന് പ്രത്യക്ഷപ്പെടുവാൻ കഴിയത്തില്ല. സമാധാനവുമായി ഇസ്രയേലിനെയും, സമാധാനത്തോടുകൂടി ഇസ്രയേലിനെയും മറ്റു മുസ്ലിം കൺട്രിയെയും ഒരുമിപ്പിക്കുവാൻ അവൻ കടന്നു വന്ന് അവര് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു 7 ഇയർ പാക്ട് അവര് ഒപ്പുവെക്കും, ഉടമ്പടിയിൽ ഒപ്പുവെക്കും. അല്പ സമാധാനത്തോടുകൂടി 7 വർഷത്തെ
പീഡനകാലം ആരംഭിക്കുകയാണ്. എന്നാൽ പീഡനം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സമാധാനത്തോടു കൂടി വേൾഡ് എല്ലാം കൂടെ ഒരുമിക്കുവാൻ പോവുകയാണ്. ഇതുവരെയും കാലങ്ങളായിട്ട് കാലാന്തരങ്ങളായിട്ട് മുസ്ലിം രാജ്യങ്ങളും അതുപോലെ തന്നെ യഹൂദ രാജ്യവും തമ്മിലുണ്ടായിരുന്ന ശത്രുതയ്ക്ക് ഒരു അന്തം വരുത്തിയ ആ നല്ല ഒരു ലീഡർ എന്ന് കരുതിക്കൊണ്ട് ലോകമെല്ലാം ഒരുമിക്കുവാൻ പോവുകയാണ്. അങ്ങനെ ലോകം ഒരുമിക്കുവാൻ പോകുമ്പോൾ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഒരു 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിനെ അവരുടെ നെറ്റിമേൽ വന്ന് മുദ്രയിടും. 12,000 പേര് വെച്ച് ഓരോ ഗോത്രങ്ങളിൽ നിന്ന് ഒരു 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിനെ കർത്താവ് മുദ്രയിട്ട് അവര് യേശുവിനെ യേശു മശിഹായാണെന്ന് അവർ അംഗീകരിക്കും. അവര് ഈ സുവിശേഷം മനസ്സിലാകും. ക്രിസ്ത്യാനികളായ വീണ്ടും ജനിച്ച നമ്മള് പറഞ്ഞ സുവിശേഷം അവര് പുതിയ നിയമത്തിലേക്ക് തിരിഞ്ഞ് അവരവരുടെ മശിഹായെ കണ്ടെത്തും. അവരെ കർത്താവ് മുദ്രയിടും. അവരെ നശിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. അവര് ശക്തമായിട്ടും യഹൂദനോട് സുവിശേഷം അറിയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെളിപാട് പുസ്തകം പ്രധാനമായിട്ടും ചാപ്റ്റർ 4 മുതൽ ചാപ്റ്റർ 18 വരെയും യഹൂദനുമായിട്ടുള്ള ഡീലിങ്സ് ആണ് പ്രത്യേകാൽ പറയുന്നത്. യഹൂദനുമായിട്ട് ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ള വിഷയമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റ് യേശു ക്രിസ്തുവിന്റെ ഇറ്റേണൽ ഗോസ്പൽ, നിത്യ സുവിശേഷം യഹൂദന്മാരോട് പ്രത്യേകിച്ചും വിളിച്ചു പറയും. അവർ ലോകമെമ്പാടും അത് സുവിശേഷം വിളിച്ചു പറയും. അനേകര് ഈ ആന്റൈ ക്രൈസ്റ്റ് ആകുന്ന സമാധാന പ്രിയൻ എന്ന് ആളിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ അനേകര് ദൈവഭാഗത്തേക്ക് വരും. വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം പറയുന്നു, ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം ഒരു വലിയ മഹാപുരുഷാരം ഓൾട്ടറിന്റെ കീഴിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. യാഗപീഠത്തിന്റെ കീഴിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എത്ര എണ്ണമാണ്? ആർക്കും എണ്ണിക്കൂടാതെ ഒരു വലിയ മഹാപുരുഷാരം. ആരുടെ ഫലമായിട്ടാണ്, ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇവര് വന്നത്? ഈ 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിന്റെ പേരിലാണ്. അവരുടെ പ്രവർത്തന ഫലമായി അവര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരാണ് ഈ കാണുന്ന ആർക്കും എണ്ണിക്കൂടാതെ വലിയ മഹാപുരുഷാൻ. ഇതിന്റെ കൂട്ടത്തിൽ യേശുവിനെ അംഗീകരിക്കുന്നു, യേശുവാണ് മശിഹ എന്ന് അംഗീകരിക്കുമ്പോൾ മശിഹായുടെ നാമധേയത്തിൽ അല്ലെങ്കിൽ ഒരു സമാധാന കാംക്ഷിയായി ലോകത്തിന് പ്രിയപ്പെട്ടവനായി പ്രത്യക്ഷപ്പെട്ട എതിർ ക്രിസ്തുവിന് പിന്നെ ഇരിക്കപ്പുറതി കാണത്തില്ല. പിന്നെ ഒരു ചുവന്ന കുതിരപ്പുറത്ത് ഒരാള് വരുന്നു, പീഡനം ആരംഭിക്കുകയായി. പിന്നെ ഒരു കറുത്ത കുതിരപ്പുറത്ത് മറ്റൊരാൾ വരുന്നു, പീഡനത്തിന്റെ തിക്താനുഭവങ്ങൾ ലോകം അനുഭവിക്കുവാൻ പോകുകയാണ്. ഈ സമയം നാം 7 മുദ്ര ഇട്ട ഒരു സ്ക്രോള് തുറക്കുന്നതായിട്ട് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കാണുകയാണ്. ഈ സമയത്ത് തിക്താനുഭവങ്ങൾ as a series of 7 sealed scrolls എന്ന നിലയിൽ അത് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ആന്റൈ ക്രൈസ്റ്റിന്റെ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് യേശുവിനെ മശിഹായായി അംഗീകരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം എഴുന്നേൽക്കുമ്പോൾ ആന്റൈ ക്രൈസ്റ്റിന് അവിടെ ഇരിക്കാൻ സാധിക്കത്തില്ല. യേശു ദൈവമാന്ന് പറയുന്നിടത്താണ് പലപ്പോഴും മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകും. ദൈവമെന്നങ്ങ് പറഞ്ഞു, പലപ്പോഴും ആർക്കും പ്രശ്നമില്ല. എന്നാൽ പ്രശ്നം പലപ്പോഴും സംഭവിക്കുന്ന എവിടെയാണെന്നറിയാമോ? യേശു ദൈവമാണെന്ന് പറയുമ്പോൾ. തുടർന്ന് ആ 7 സീലുള്ള സ്ക്രോളിന്റെ ഓരോ സീലും ഓപ്പൺ ചെയ്ത് അനിഷ്ട സംഭവങ്ങൾ, ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് 7 ട്രംപറ്റ്സ്, 7 കാഹളം ഊതുവാനായിട്ട് സ്വർഗത്തിൽ ആരംഭിച്ചു.
സ്വർഗത്തിൽ 7 കാഹളങ്ങൾ ഊതുവാൻ ആരംഭിച്ചു. അതുമായിട്ട് തുടർന്നുള്ള അനിഷ്ട സംഭവങ്ങൾ, ജഡ്ജ്മെന്റ്, ഭൂമിയുടെ മേലുള്ള ന്യായവിധി ഇവിടെ വീണ്ടും ആരംഭിക്കുന്നു. തുടർന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. Now, ഇപ്പോൾ ഈ സമയത്ത് 2 സാക്ഷികളെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ 2 സാക്ഷികളെ, 2 വിറ്റ്നസ്, അവര് യെരുശലേമിന്റെ തെരുവീഥികളിൽ നിന്ന് അതിശക്തമായിട്ട് ദൈവത്തിന്റെ സുവിശേഷം അവിടെ വിളിച്ചു പറയും. ഞാൻ പറയട്ടെ, ആന്റൈക്രൈസ്റ്റിന്റെ ഭരണകാലത്ത് 7 വർഷത്തെ മഹോപദ്രവ കാലത്ത് പോലും കർത്താവ് തൻ്റെ മക്കളെ സ്നേഹിക്കുകയും തൻ്റെ മക്കളെ ഈ നിത്യ സുവിശേഷം പറഞ്ഞ് ഇതിൽ വിശ്വസിച്ച് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് അന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റൈക്രൈസ്റ്റ് അല്ല ഇവിടുത്തെ കീ ഫിഗർ. യേശുവാണ് മഹോപദ്രവ കാലത്തിലും ഇവിടുത്തെ കീ ഫിഗർ. യേശുവാണ്, യേശുവിന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അന്ന് ദൈവത്തിന്റെ ന്യായവിധി ഇവിടെ അയക്കുന്ന സമയത്ത് പോലും എങ്ങനെയെങ്കിലും ആരെയെങ്കിലും രക്ഷിക്കാമോ എന്ന് വിചാരിച്ച് 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിനെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചു. ആർക്കും എണ്ണിക്കൂടാത ഒരു വലിയ മഹാപുരുഷാരത്തെ അവരെ ദൈവഭാഗത്തേക്ക് വരികയും അവരെ കൊല്ലപ്പെടുകയും എതിർ ക്രിസ്തുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി തീർന്ന് അവര് രക്തസാക്ഷിത്വം ഭരിക്കുകയും അവര് യാഗപീഠത്തിന്റെ സമീപത്തേക്ക് എത്തുകയും ചെയ്തു. സ്വർഗത്തിലുള്ള ദേവാലയത്തിന്റെ യാഗപീഠത്തിന്റെ സമീപത്തേക്ക് എത്തുകയും ചെയ്തു. അവരവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഞങ്ങളെ കൊന്നവരോട് ഞങ്ങളുടെ രക്തത്തിന് നീ എത്രത്തോളം പകരം ചോദിക്കാതിരിക്കും? അവർക്ക് വെള്ളം നിലയെങ്കി കൊടുത്ത ശേഷം കർത്താവ് പറയുക, അല്പം കൂടെ വെയിറ്റ് ചെയ്യുക. അതായത് ഈ 7 വർഷം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ 2 സാക്ഷികളെ അയക്കുന്നു. അവർക്കെതിരെ എതിർ ക്രിസ്തുവോ അവന്റെ പടയാളികളോ ചെല്ലുകയാണെങ്കിൽ അവരിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ആ ജനത്തെ ദഹിപ്പിച്ചു കളയും. അവരെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അപ്പോൾ 7 സീലിനാൽ മുദ്ര വെച്ചിരിക്കുന്ന സ്ക്രോള് തുറന്നു. അതിന്റെ തിക്താനുഭവങ്ങൾ, ജഡ്ജ്മെന്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 7 ട്രംപറ്റ്സ് സ്വർഗത്തിൽ ദൂതന്മാരൂതി അതിന്റെ ജഡ്ജ്മെന്റ്, തിക്താനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇതിനൊക്കെ ഇടയില് മാസങ്ങളുടെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, ദിവസങ്ങളുടെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഭൂമി തിക്താനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക, പ്രകൃതിക്ഷോഭങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു കാലത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനം വന്നുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ ആകാത്ത ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണു തുറക്കാതിരുന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാലയളവിലേക്ക് പൊക്കുകൊണ്ടിരിക്കുക. കാരണം ഇന്ന് കണ്ണു തുറന്ന് പ്രഭാതം പൊട്ടിവിടരുമ്പോൾ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് പുതിയ റൂളാണ്, എന്ത് ഉപദ്രവമാണ് നേരിടാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് ഈ ഭൂമിയിൽ അന്ന് ആയിരിക്കുന്ന ജനമെല്ലാം. 2 സാക്ഷികള് 3.5 വർഷക്കാലം, 7 വർഷത്തിന്റെ പകുതിയായിരിക്കുന്ന 3.5 വർഷക്കാലത്തിന്റെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ആന്റൈക്രൈസ്റ്റ് വീണ്ടും അവർക്കെതിരെ പടവെട്ടും, അവർക്കെതിരെ പടപൊരുതും, അവരെ കൊന്നുകളയും. 1.5 വർഷക്കാലത്തിന്റെ പകുതിയോടുകൂടി ഈ 2 സാക്ഷികളെ, അതാരാണെന്ന് വീണ്ടും ഞാൻ പറയട്ടെ, നമുക്ക് ആർക്കും അറിയത്തില്ല. മോശയും ഏലിയാവുമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ അതാരാണെന്ന് നമുക്കറിയത്തില്ല. ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ ഐഡന്റിറ്റി അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇതിന്റെ കീ പോയിന്റ് ആണ്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് മോശയും ഏലിയാവുമോ ഹാനോക്കും ഏലിയാവുമോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, പുതിയ നിയമത്തിലെ ഒരാളും പഴയ നിയമത്തിലെ ഒരാളും ആയിക്കൊള്ളട്ടെ, അങ്ങനെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ സംഭവം അവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് സംഭവം. എന്നുള്ളതാണ് വിഷയം. അവർക്ക് ദൈവത്തിൽ നിന്ന്
ആ രണ്ട് സാക്ഷികൾക്ക് ജീവൻ ലഭിക്കുകയും അവരെഴുന്നേൽക്കുകയും അവർ സ്വർഗത്തിലേക്ക് പറന്ന് പോകുകയും ചെയ്യും. 3.5 വർഷക്കാലത്തിന് ശേഷം അടുത്ത പകുതിക്ക് പറയുന്ന പേര് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന്. ഇതുവരെയും ഇസ്രയേല് മയങ്ങിക്കിടക്കുകയാണ്. ഇസ്രയേലിന് അന്ധത പിടിച്ച് കിടക്കുകയാണ്. അവര് ഇത് മശിഹായ് ആണോ എന്ന നിലയിലാണ് അവരിയ്ക്കുന്നത്. എന്നാൽ 3.5 വർഷക്കാലത്തിന് ശേഷം, ആദ്യത്തെ പകുതിക്ക് ശേഷം, ഈ രണ്ട് വിറ്റ്നസിനെ കൊന്ന് അവർക്ക് ദൈവം ജീവൻ കൊടുത്ത് അവർ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഒരു സംഭവം നടക്കും. ആന്റൈ ക്രൈസ്റ്റ് എതിർ ക്രിസ്തു പിശാചിന്, ഡ്രാഗണ് പൂർണ്ണമായിട്ടും അങ്ങ് സമർപ്പിക്കും. പിശാചിനെ തന്റെ രാജാവായിട്ട് എതിർ ക്രിസ്തു അംഗീകരിക്കും. പൂർണ്ണമായിട്ടും പിശാച് തന്റെ രാജാവാണെന്ന് അവൻ സബ്മിറ്റ് ചെയ്ത് പിശാചിന് സറണ്ടർ ചെയ്യും. ആദ്യത്തെ 3.5 വർഷക്കാലം ഈ വ്യക്തി ഒരു സാധാരണ മനുഷ്യനായിരുന്നു, വിത്ത് എക്സെപ്ഷണൽ എക്സ്ട്രാ ഓർഡിനറി ലീഡർഷിപ്പ്. അങ്ങനെയുള്ള അതിബുദ്ധിമാനായ സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തി ഒരു മനുഷ്യനെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അടുത്ത 3.5 വർഷക്കാലം ആകുമ്പോൾ ഇദ്ദേഹത്തിന്റെ നേച്ചർ മാറുകയാണ്. പിശാചിന്റെ അടുത്ത അനുയായിയായി മാറുകയാണ്. കാരണം താൻ പൂർണ്ണമായിട്ടും പിശാചിന് സറണ്ടർ ചെയ്യും. അങ്ങനെ രണ്ടാം പകുതി തുടങ്ങുമ്പോൾ ശരിക്കും ഒരു മനുഷ്യനേക്കാൾ ഉപരിയായി ഒരു പൈശാചികൻ ബാധിച്ചവനായിട്ടാണ് അദ്ദേഹം ഈ സീനിലേക്ക് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നത്. താന് ഒരു കാര്യം ചെയ്യും. ഈ സമയത്ത് തന്റെ ഒരു പ്രതിമ ഉണ്ടാക്കും. തന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് യഹൂദൻ അന്ന് പണിയുന്ന ദേവാലയത്തിലേക്ക് അവിടെ പ്രതിഷ്ഠിക്കും. ആ പ്രതിമയെ ആരാധിക്കുവാനായിട്ട് പറയും. ഞാൻ രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് പോവുകയാണ്. പറയുവാൻ വിട്ടുപോയ 2 സ്റ്റെപ്പ്. 7 വർഷത്തിന്റെ ആരംഭത്തിൽ ആന്റൈ ക്രൈസ്റ്റ് എന്ന ആ ലീഡറിന്റെ നേതൃത്വത്തിൽ മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേൽ എന്ന രാജ്യവും തമ്മിൽ ഈ ട്രീറ്റി സൈൻ ചെയ്ത് കഴിയുമ്പോൾ ആന്റൈ ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ അവന്റെ സഹായത്തോടു കൂടി തന്നെ യഹൂദൻ ദേവാലയം പണി. ഇന്ന് ടെമ്പിൾ മൗണ്ടിൽ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ യഹൂദൻ തന്റെ ദേവാലയം ആന്റൈ ക്രൈസ്റ്റിന്റെ സഹായത്തോടുകൂടി മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ സമ്മതത്തോടുകൂടി തന്നെ ആ ദേവാലയം അവിടെ പണി. ആ ദേവാലയത്തിൽ മൃഗങ്ങളെ ബലി അർപ്പിക്കുവാനും അനേക പുരോഹിതന്മാരെ ഇന്ന് തന്നെ അവര് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനിങ് ലഭിച്ച പുരോഹിതന്മാര് മൃഗങ്ങളെ ബലി അർപ്പിക്കുകയും ആ പഴയ നിയമത്തിലേക്ക്, ന്യായപ്രമാണ യുഗത്തിലേക്ക് യഹൂദൻ പ്രവേശിക്കുകയും ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ആന്റൈ ക്രൈസ്റ്റ്. ഇനിയും ഈ കൂട്ടത്തിൽ തന്നെ റിലീജിയൻ, എല്ലായിടത്തും റിലീജിയൻ എല്ലാം കൂടെ ചേർന്ന് ഒന്നാകും. അതിന് പറയുന്ന പേര് മഹദിയാം ബാബിലോൺ ദ ഗ്രേറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു റിലീജിയസ് സിസ്റ്റം എല്ലാവരും കൂടെ ചേർന്ന് ഒരു വൺ വേൾഡ് റിലീജിയൻ അങ്ങ് നിർമ്മിക്കും. ആന്റൈ ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ അതിന്റെ നേതാവായിട്ട് ഒരു കള്ളപ്രവാചകൻ അല്ലെങ്കിൽ ഒരു ഫോൾസ് പ്രോഫറ്റ് എഴുന്നേറ്റ് വരും. ആരാണ് എന്ന് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യുവാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്കറിയത്തില്ല ആരാണെന്ന്. അതുകൊണ്ട് ആരാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ലോകത്തിലുള്ള മനുഷ്യന്റെ എല്ലാം അകത്ത് ഉള്ള ഒരു തൃഷ്ണയാണ് അവനൊരു ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മതങ്ങളെല്ലാം കൂടെ മനുഷ്യന് വേണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യന്റെ എല്ലാം ഹൃദയത്തിലുണ്ട്. ഒരു ദൈവം
അവന് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ദൈവത്തെ വേണമെന്നുണ്ട്. എന്നാൽ ഏത് മതമാണ് തിരഞ്ഞെടുക്കുന്നത്? അതുകൊണ്ട് എല്ലാ മതങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു ഫോൾസ് റിലീജിയൻ, ഫോൾസ് റിലീജിയൻ പറയുന്നതാണ്, ഫോൾസ് റിലീജിയസ് സിസ്റ്റത്തിന് പറയുന്നതാണ് മഹദിയാം ബാബിലോൺ. ആ മഹദിയാം ബാബിലോൺ എന്ന ഫോൾസ് റിലീജിയസ് സിസ്റ്റം ഉണ്ടാകുകയും ആന്റി ക്രൈസ്റ്റിന്റെ വലങ്കയായി ഒരു ഫോൾസ് പ്രോഫറ്റ്, ഒരു കള്ളപ്രവാചകൻ എഴുന്നേറ്റ് അതിന്റെ നേതാവായിരിക്കുകയും ചെയ്യും. ഹി ഈസ് ഗോയിങ് ടു ബി ആൻ അസിസ്റ്റന്റ് ടു ദ ആന്റി ക്രൈസ്റ്റ്. ഇനിയും 3.5 വർഷത്തിന്റെ പകുതിയാകുമ്പോൾ ആന്റി ക്രൈസ്റ്റ് തന്റെ നിറം മാറും, പിശാചിന് താൻ സറണ്ടർ ചെയ്ത് കൊടുക്കും. അദ്ദേഹം തന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി യഹൂദന്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും അവിടുത്തെ സകല യാഗങ്ങളും നിർത്തലാക്കുകയും ചെയ്യും. കാരണം ഇവൻ പിശാചിന് സറണ്ടർ ചെയ്തു. ഇത് സംഭവിക്കുമ്പോൾ യഹൂദന് ഒരു സംഭവം മനസ്സിലാകും. വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കുന്നത് ന്യായപ്രമാണത്തിന്, വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമാണ്. തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. തങ്ങൾ ആശ്രയം വെച്ച, തങ്ങളെ ഇത്രയും സഹായിച്ച ലീഡർ മശിഹായല്ല, തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകും. The great tribulation will start from that point. ആ മധ്യഭാഗത്ത് വെച്ച് അടുത്ത 3.5 വർഷക്കാലം ഏറ്റവും വലിയ ഉപദ്രവം ഒരു ജാതി ഉണ്ടായിട്ട് ഉള്ളതിന് ശേഷം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത മഹാ ഉപദ്രവം അന്നുണ്ടാകും. പ്രത്യേകിച്ച് ഇസ്രയേലിനുണ്ടാകും. അതുപോലെ തന്നെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുണ്ടാകും. അതുപോലെ തന്നെ വിശ്വാസത്തിലേക്ക് യേശുവിനെ മശിഹായായി അംഗീകരിക്കുന്ന വിശ്വാസികൾക്കുണ്ടാകും. ജീവിക്കുവാൻ പ്രയാസമാകുന്ന, നേരം പുലരാതിരുന്നുവെങ്കിൽ എന്ന് തോന്നത്തക്കവണ്ണം ഉണ്ടാകുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ്. എന്നാൽ കർത്താവ് തന്റെ മക്കളെ സ്നേഹിക്കുക. 2 സാക്ഷികളുടെ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞു. 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റ് ഇന്നും സുവിശേഷം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ലോകമെമ്പാടും, പ്രത്യേകിച്ച് ഇസ്രയേലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, യഹൂദനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലോകമെമ്പാടും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് 7 ബോൾസ് ഓഫ് ജഡ്ജ്മെന്റ്, ക്രോധകലശം. 7 ക്രോധകലശം തുറന്ന് ഭൂമിയിലേക്ക് ഒഴിക്കുന്ന കാഴ്ച യോഹന്നാൻ സ്വർഗത്തിൽ കാണുകയാണ്. 7 ക്രോധകലശത്തിന്റെ ജഡ്ജ്മെന്റ്, തിക്താനുഭവങ്ങള് ഭൂമിയില് ഇവിടെ അനുഭവിക്കുവാൻ, അന്നുള്ള ജനം അനുഭവിക്കുവാൻ പോവുകയാണ്. പലവിധമായ പ്രകൃതിക്ഷോഭങ്ങള്, പലവിധമായ യുദ്ധങ്ങള് അന്ന് ഇവിടെ അനുഭവിക്കുവാൻ പോവുകയാണ്. ഈ സമയത്ത് 7 വർഷം തീരുവാൻ പോകുന്നു. 7 വർഷത്തിന്റെ ഒടുവിലേക്ക് വന്നു. യാഗപീഠത്തിന്റെ കീഴിൽ ആർക്കും എണ്ണിക്കൂടാതെ വണ്ണമുള്ള ഒരു മഹാപുരുഷാരം നിലവിളിച്ചപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞു, അല്പകാലം കൂടെ ഒന്ന് ക്ഷമിക്കുക, അല്പകാലം കൂടെ വിശ്രമിക്കുക. 7 വർഷത്തിന്റെ അവസാനം അടുക്കുക, അതുവരെ ഒന്ന് വിശ്രമിക്കുക. 7 വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട്, ആരും നശിച്ചു പോകുവാൻ ദൈവത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, തന്റെ ജീവനെ തന്നെ വെടിഞ്ഞ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് സുവിശേഷം മനുഷ്യരെയാണ് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം തന്റെ മോഡ് സ്വിച്ച് ചെയ്യാൻ പോവുക. ഇപ്പോ സുവിശേഷം ദൂതന്മാരെ ഏൽപ്പിക്കാൻ പോവുക. ഏതാനും ദിവസങ്ങൾ കൂടെ ഉള്ളൂ ക്ലൈമാക്സിലേക്ക് എത്തുവാൻ. ഏതാനും ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ നാം 1000 ആണ്ട് മില്ലേനിയത്തിലേക്ക് പ്രവേശിക്കുവാൻ, ക്ലൈമാക്സിലേക്ക് എത്തുവാൻ, ദ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുവാൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രമേ ഉള്ളൂ. അന്നും ആരെയെങ്കിലും രക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന് കർത്താവ് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരിക്കൽ കൊർണേലിയോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ദൂതൻ ചെന്ന് പറഞ്ഞു, കൊർണേലിയോസേ, നീ തോൽക്കൊല്ലക്കാരനായ ശീമോന്റെ വീട്ടിൽ താമസിക്കുന്ന
പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വിളിക്കുക, അവൻ നിന്നോട് നിത്യ സുവിശേഷം പറയും. നീ എന്ത് ചെയ്യണം, നീ രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം എന്ത് ചെയ്യണമെന്ന് ദൂതൻ കൊർന്നേലിയോസിനോട് പറഞ്ഞു. വേറൊരു മനുഷ്യനെ പോയി വിളിക്കുവാൻ ദൂതൻ അങ്ങ് പറഞ്ഞില്ല സുവിശേഷം. മനുഷ്യർക്കാണ് ഈ സുവിശേഷം പറയുവാൻ ഉള്ള ഭാഗ്യം ദൈവം കൊടുത്തിരിക്കുന്നത്. നാം ഒരു പാട്ട് ഇപ്രകാരം പാടുമല്ലോ: ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂത് അറിയിച്ചിടുവാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ആ ഭാഗ്യം ഇന്ന് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിരിക്കുക. ഈ സുവിശേഷം, ഈ ദൂത് അറിയിക്കുവാൻ, ഈ ദൈവത്തിന്റെ സ്നേഹം അറിയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മഹാഭാഗ്യം നൽകി തന്നിരിക്കുക. കാലം മുൻപോട്ട് പോകുക, ഏതാനും ദിവസങ്ങൾ കൂടെ ഉള്ളൂ. സുവിശേഷത്തിന്റെ ചുമതല ദൈവം ഇന്ന് 3 ദൂതന്മാരെ ഏൽപ്പിക്കുക. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി താൻ ചിറകുകൊണ്ട് പറന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ചു. എൻ്റയർ ഗ്ലോബ് മുഴുവൻ ഈ ദൂതൻ സംഭവിച്ചിട്ട് പറഞ്ഞു: ദൈവത്തെ ഭയപ്പെടുക, അവന് മഹത്വം കൊടുക്കുക, അവന്റെ ന്യായവിധി വന്നിരിക്കുകയാ. സുവിശേഷം പറയുകയാണ്, ദൂതൻ സുവിശേഷം പറയുകയാണ്. കാരണം മനുഷ്യർക്കുള്ള ആ ഭാഗ്യം നിന്നു. ഈവൻതോ ഇന്ന് 144,000 ഇവാഞ്ചലിസ്റ്റ്, ജൂബിഷ് ഇവാഞ്ചലിസ്റ്റ് അന്ന് ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യരല്ല ഇത് ചെയ്യുന്നത്. ആസ് എ ലാസ്റ്റ് ഡിച്ച് എഫേർട്ട്, അറ്റകൈയായിട്ട് കർത്താവ് ഈ ദൂതനെ വിട്ടിരിക്കുക. ദൂതൻ വന്ന് പറയുന്ന സുവിശേഷം എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ ഭയപ്പെടുക, അവന്റെ ന്യായവിധി വന്നിരിക്കുന്നു, അവന്റെ ന്യായവിധി വന്നിരിക്കുന്നു, അവന്റെ ന്യായവിധി വന്നിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. ദൂതൻ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഭൂമി ചുറ്റും പറന്ന് നടന്ന് ദൂതൻ ഭൂസീമാവാസികളോട് ഈ നിത്യസുവിശേഷം ദൂതൻ പറയുകയാണ്. അടുത്ത ദിവസം അടുത്ത ദൂതൻ വന്നു. സ്വർഗത്തിൽ നിന്ന് പറന്ന് ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ ഇറങ്ങി വന്നപ്പോൾ ദൂതൻ പറയുകയാണ്: മഹദിയാം ബാബിലോൺ വീണിരിക്കുന്നു. ഫോളൻ, ഫോളൻ, ദ ഗ്രേറ്റ് ബാബിലോൺ ഈസ് ഫോളൻ. മഹദിയാം ബാബിലോൺ, അതായത് റിലീജിയസ് സിസ്റ്റവും, വൺ വേൾഡ് റിലീജിയസ് സിസ്റ്റവും, അതുപോലെ കൊമേഴ്ഷ്യൽ ബാബിലോണും ബിസിനസ് വേൾഡും തകർന്നിരിക്കുന്നു. മനുഷ്യന്റെ പദ്ധതികള്, മനുഷ്യന്റെ ബിസിനസ് മുഴുവൻ തകർന്നിരിക്കുന്നു. മനുഷ്യന്റെ പദ്ധതികളെല്ലാം തകർന്നിരിക്കുന്നു, തകർന്നിരിക്കുന്നു, തകർന്നിരിക്കുന്നു എന്ന് രണ്ടാമത്തെ ദൂതനും പറയുകയാണ്. അടുത്ത ദിവസം മൂന്നാമത്തെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുക: ആ മുദ്ര ഏൽക്കരുത്. 666 എന്ന എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കരുത്, എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കരുത്, എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കരുത് എന്ന് ഭൂമി മുഴുവൻ ചുറ്റി പറന്നു നടന്ന് ആ മൂന്നാമത്തെ ദൂതൻ യേശുവിന്റെ നിത്യ സുവിശേഷം അറിയിച്ചു. കാരണം ആ മുദ്ര ഏറ്റുകഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ പൈശാചികന്, അവിടെ അന്നുള്ളവര് പൈശാചികന് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തു എന്നാണ്. ഗാഡ് വിൽ ബിക്കം ഹെൽപ്ലെസ്. മനുഷ്യനെ പിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയാതെ വരും. മനുഷ്യനെ പിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയാതെ വരും. അതുകൊണ്ട് അവസാനമായിട്ട് പറയുകയാണ്: ആ മുദ്ര ഏൽക്കരുത്, ആ മുദ്ര ഏൽക്കരുത്. ഭൂമി മുഴുവൻ നടന്ന് അന്ന് ഭൂമിയിലുള്ള എല്ലാവർക്കും വാണിംഗ് കൊടുത്തു. 2 കാര്യം പുറകോട്ട് പോകട്ടെ, പറയാൻ മറന്നുപോയ 2 കാര്യം പുറകോട്ട് പോകട്ടെ. ലോകത്തെ മുഴുവൻ ഒന്നാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രത്യേകിച്ച് ഈസ്റ്റേൺ കൺട്രീസിന്റെ കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലെ ആളുകളെ മുഴുവൻ ഒന്നിപ്പിക്കാനും അവരെ തമ്മിൽ അടുപ്പിക്കുവാനും ഉള്ള ഒരു ഘടകം മതമാണ്. നമുക്കറിയാം, ഈസ്റ്റേൺ രാജ്യങ്ങളിൽ കിടക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും തമ്മിൽ തല്ലുന്നത് മതത്തിന്റെ പേരിൽ. എന്നാൽ ശ്രദ്ധിക്കുക, വെസ്റ്റേൺ രാജ്യങ്ങള് എവിടെയെങ്കിലും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന കണ്ടിട്ടുണ്ട്? അവിടെ കൂടുതല്
ബിസിനസ് അല്ലെങ്കിൽ പവർ, മണി. ബിസിനസ് ആണല്ലോ പവർ, മണി. ബിസിനസ് ആണല്ലോ മണി, മണിയാണല്ലോ പവർ. വെസ്റ്റേൺ രാജ്യങ്ങൾ മുഴുവൻ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബാബിലോൺ സിസ്റ്റത്തിന്റെ നേതാവായിട്ടായിരിക്കും ആന്റൈ ക്രൈസ്റ്റ് വരുന്നത്. അതുപോലെ വൺ വേൾഡ് റിലീജിയന്റെ നേതാവായിട്ടായിരിക്കും ഫോൾസ് പ്രോഫിറ്റ് കടന്നു വരുന്നത്. മിഡിലില് ആയി കഴിയുമ്പോൾ, മിഡിൽ ഓഫ് ദ ട്രിബുലേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ആന്റൈ ക്രൈസ്റ്റ് ഫോൾസ് പ്രോഫറ്റിന്റെ പ്രതാപം എടുത്ത് മാറ്റി അങ്ങ് കളയും. റിലീജിയൻ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇനിയും റിലീജിയൻ ഒന്നും വേണ്ട. ഫോൾസ് പ്രോഫറ്റ് ഉണ്ട്, എന്നാൽ ഫോൾസ് പ്രോഫറ്റിന്റെ മഹത്വവും പ്രതാപവും ഒക്കെ ആന്റൈ ക്രൈസ്റ്റ് എടുത്തങ്ങ് മാറ്റും. അതുകൊണ്ടാണ് ചുവന്ന രക്താംബരം പോലെ ഒരു വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ആ മൃഗത്തിന്റെ മേൽ ഇരിക്കുന്നത് കണ്ടു എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ആ വൺ വേൾഡ് റിലീജിയനെ പകുതി കഴിയുമ്പോൾ ആന്റൈ ക്രൈസ്റ്റ് അങ്ങ് ഇല്ലായ്മ ചെയ്യും. ഇനി ഇവിടെ റിലീജിയൻ വേണ്ട, ഒൺലി ബിസിനസ്, ഒൺലി മണി, ഒൺലി പവർ. ഇനിയും എല്ലാ വ്യക്തികളെയും കൺട്രോൾ ചെയ്യണമെങ്കിൽ, ബിസിനസ് മുഴുവൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ വ്യക്തികളെ മുഴുവൻ കൺട്രോൾ ചെയ്യണം. ഓരോ വ്യക്തികളെയും കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ വ്യക്തികളെയും ഐഡന്റിഫൈ ചെയ്യണം. വ്യക്തികള്, മനുഷ്യൻ അന്ന് വെറും കൊമോഡിറ്റി, ചരക്കുകളായിട്ട് മാത്രം കൺസിഡർ ചെയ്യപ്പെടും. പീപ്പിൾ ആർ കൊമോഡിറ്റീസ്. അപ്പോൾ ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഒരു വൺ ബിസിനസ് എല്ലാം നിയന്ത്രിക്കുന്ന കൊമേഴ്ഷ്യൽ ബാബിലോൺ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് 666 എന്ന് പറയുന്ന മുദ്ര അന്ന് നൽകുവാൻ പോകുന്നത്. ലോകം ഇന്നും അങ്ങനെയുള്ള ആ പ്രവണതയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതെല്ലാം നല്ലതാണ്, നല്ലതിനു വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്, നല്ലതായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. എങ്കിൽ തന്നെയും ചിന്തിക്കുക, ഇത് എല്ലാ മനുഷ്യനെയും റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓരോ മനുഷ്യന്റെയും ഏത് കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെയും ഈ ആപ്പ് റീച്ച് ഔട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അവരെ ഇതിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഇനി അങ്ങനെ 666 എന്നുള്ള മുദ്ര വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെ പുറകോട്ടെടുക്കുകയാണ്. പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ആ റാപ്ചർ സംഭവിച്ചു കഴിയുന്നുടനെ സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ട സഭ സ്വർഗത്തിലേക്ക് പോകും. അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, വി ഓൾ വിൽ സ്റ്റാൻഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം എല്ലാവരും നിൽക്കേണ്ടവരാകുന്നു. അന്ന് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ, ഇവിടെ മഹോപദ്രവകാലം 7 വർഷക്കാലം തുടങ്ങുമ്പോൾ അവിടെ ചെന്നിട്ട് സംഭവിക്കുവാൻ പോകുന്നത്, സഭ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ പോകുന്നതാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം അവർക്ക് പ്രതിഫലം ലഭിക്കുവാൻ പോവുകയാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമ്പോൾ എല്ലാ പ്രതിഫലവും ചിലപ്പോ ഒരുപാട് പേർക്ക് കിട്ടത്തില്ല. ഒരുപാട് പേർക്ക് പല പ്രതിഫലങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വരാം. എന്നാൽ അവർ രക്ഷ പ്രാപിക്കും, അവര് സ്വർഗത്തിലേക്ക് എത്തും. കാരണം അവർ വീണ്ടും ജനിച്ചവരാണ്. പ്രതിഫലത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും. സഭ, തന്റെ മണവാളന്റെ കാന്തയായിരിക്കുന്ന സഭ എടുക്കപ്പെടുകയാണ്. അവിടെ തലയിൽ വയ്ക്കുവാൻ കിരീടങ്ങൾ കിട്ടും. 4-5 കൂട്ടം കിരീടങ്ങളുണ്ട്. ക്രൗൺ ഓഫ് റൈച്ചിയസ്നെസ്, നീതിയുടെ കിരീടമുണ്ട്. ക്രൗൺ ഓഫ് ഗ്ലോറി ഉണ്ട്, മഹത്വത്തിന്റെ കിരീടമുണ്ട്. ഇൻകറപ്റ്റബിൾ ക്രൗൺ ഉണ്ട്, വാടാത്ത കിരീടമുണ്ട്. അതുപോലെ ക്രൗൺ ഓഫ് ലൈഫ് ഉണ്ട്, ജീവന്റെ കിരീടമുണ്ട്. അങ്ങനെ പല ക്രൗണുകൾ കിട്ടും. കാരണം മണവാട്ടിയാണ് സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മണവാട്ടിക്ക് വിശേഷതയേറിയ വസ്ത്രം അവിടെ നൽകിക്കൊടുക്കും. അവളുടെ തലയിൽ കിരീടം നൽകിക്കൊടുക്കും. 2 കൊരിന്ത്യർ 3 വായിക്കുന്നുണ്ട്, നാം ചെയ്ത പണികൾ, നാം ചെയ്ത വേലകൾ, നാം ചെയ്ത നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ നല്ലതല്ലെങ്കിൽ, നല്ല ഉദ്ദേശത്തോടു കൂടി അല്ല എങ്കിൽ അത് തീ കൂടെ കടന്നുപോകും, അതങ്ങ് വെന്തുപോകും എന്ന് പറയുന്നു.
അപ്പോൾ പ്രതിഫലം സഭയ്ക്ക് കിട്ടുവാൻ വേണ്ടി അവരെല്ലാവരും രക്ഷ പ്രാപിച്ചവരാണ്, അവർ സ്വർഗത്തിലെത്തുന്നവരാണ്. എന്നാൽ മണവാട്ടിക്ക് പ്രതിഫലം കിട്ടുവാൻ വേണ്ടി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ എല്ലാ സഭ മുഴുവൻ നിൽക്കേണ്ടതാകുന്നു. സഭയ്ക്കന്ന്, മണവാട്ടി സഭയ്ക്കന്ന് വിശേഷതേറിയ വസ്ത്രം കിട്ടും. അവള് കാന്തയായി, മണവാളന്റെ കാന്തയായി അവൾ അലങ്കരിക്കപ്പെടും. അവൾ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട്, തലയിൽ കിരീടം ചൂടിക്കൊണ്ട്, ആ 7 വർഷക്കാലം ഭൂമിയിൽ മഹോപദ്രവം നടക്കുമ്പോൾ മുകളിൽ സ്വർഗത്തിൽ അവിടെ വിവാഹം നടക്കുക, ഒരു വലിയ വിവാഹ ശുശ്രൂഷയും കാന്തനും ബ്രൈഡ് ഗ്രൂമും ബ്രൈഡുമായിട്ടുള്ള, കാന്തനും കാന്തയുമായിട്ടുള്ള വിവാഹം അന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിന് ശേഷം വീണ്ടും മഹോപദ്രവ കാലത്തിന്റെ അവസാനത്തിലേക്ക് വരാം. 3 ദൂതൻ തന്റെ നിത്യ സുവിശേഷം അറിയിച്ചു. ആ ഏറ്റവും ഒടുവിലായിട്ടുള്ള ദൈവത്തിന്റെ പ്രവർത്തനം അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നാം കാണുകയാണ്, സകല കണ്ണും കാണുന്ന ആ അവസ്ഥയിൽ കർത്താവായ യേശു സഭയുമായിട്ട് മഹത്വീകരിക്കപ്പെട്ട, വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവുമായിട്ട് മഹത്വീകരിക്കപ്പെട്ട ശരീരം ലഭിച്ച സഭയുമായിട്ട്, അതുപോലെ മഹത്വീകരിക്കപ്പെട്ട ഗ്ലോറിഫൈഡ് ബോഡി ലഭിച്ച ആ ട്രിബുലേഷൻ സെയിൻസുമായിട്ട്, ട്രിബുലേഷനിൽ കൊല്ലപ്പെട്ട ആർക്കും എണ്ണിക്കൂടാതെ വണ്ണമുള്ള ആ മഹാപുരുഷാരവും കർത്താവിന്റെ സഭയും ഈ ശരീരത്തിലല്ല, മഹത്വീകരിക്കപ്പെട്ട ഒരു ഹെവൻലി ബോഡീസില്, ഗ്ലോറിഫൈഡ് ബോഡീസില് സകല ഭൂസീമാവാസികളും കാണെ അവരിങ്ങോട്ട് എഴുന്നള്ളി വരികയാണ്. അവൻ ഇങ്ങോട്ട് എഴുന്നള്ളി വന്ന് ഒലിവുമലയിലേക്ക് കാലുകുത്തി. ഒലിവുമല കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ടായി പിളർന്നുപോയി. ഒലിവുമലയിൽ നിന്ന് കർത്താവും സഭയും കൂടെ, ആ ഒലിവുമല കഴിഞ്ഞാൽ കിഡ്രോൻ വാലി ഉണ്ട്, ആ കിഡ്രോൻ വാലിയിൽ കൂടി സഞ്ചരിച്ച് ആ ദേവാലയത്തിന്റെ കിഴക്കേ വാതിൽക്കൽ കൂടി, യെരുശലേം ദേവാലയത്തിന്റെ കിഴക്കേ വാതിൽക്കൽ കൂടി അവൻ ഈ ദേവാലയത്തിലേക്ക് സഭയോടൊപ്പം, ട്രിബുലേഷൻ സെയിൻസിനോടൊപ്പം അവൻ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും ഇവിടെ ഒരു അർമഗഡോൻ യുദ്ധം. അർമഗഡോൻ എന്ന വാക്കിന്റെ അർത്ഥം മൗണ്ട് ഓഫ് മെഗിഡോ. ജെറൂസലേമിൽ നിന്ന് നോർത്തിലായിട്ട് ഏകദേശം 70 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മൗണ്ട് മെഗിഡോ എന്ന മെഗിഡോ താഴ്വര, മെഗിഡോ വാലി എന്ന ആ സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധം നടക്കുവാൻ പോവുകയാണ്. യുദ്ധം, that war will take place within an hour. 1 മണിക്കൂറിനകം ആ യുദ്ധം കഴിയും. കർത്താവ് തന്റെ കിങ് ഓഫ് കിങ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ് തന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ എതിർ ക്രിസ്തുവിനെയും ഫോൾസ് പ്രോഫറ്റിനെയും പരാജയപ്പെടുത്തി അവരെ പിടിച്ച് പിശാചിനും അവന്റെ സൈന്യത്തിനും വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന നിത്യനരകത്തിലേക്ക് പിശാച് പോകുന്നതിന് മുമ്പ് എതിർ ക്രിസ്തുവും ഫോൾസ് പ്രോഫറ്റിനെയും അവിടെ പിടിച്ചിടും. 7 വർഷം മഹോപദ്രവം കഴിഞ്ഞു. ഇനിയും ശ്രദ്ധിക്കുക, 75 ദിവസങ്ങൾ കൂടി കഴിയുമ്പം 75 days later we will enter into millennium. 75 ദിവസം. ഒന്ന്, അർമഗഡോൻ യുദ്ധം കഴിഞ്ഞു. ആന്റിക്രൈസ്റ്റിനെയും ഫോൾസ് പ്രോഫറ്റിനെയും പിടിച്ച് നിത്യനരകത്തിലേക്ക്, അതായത് ലേക്ക് ഓഫ് ഫയറിലേക്ക് പിടിച്ചിട്ടു. ഇനിയും ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഭൂമിയിലേക്ക് കർത്താവ് വന്നിരിക്കുകയാണ്. കർത്താവിനോടൊപ്പം മഹത്വീകരിക്കപ്പെട്ട ശരീരം ലഭിച്ച സഭയുണ്ട്. മഹത്വീകരിക്കപ്പെട്ട ശരീരം ലഭിച്ച, അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ബോഡി, ട്രിബുലേഷനിൽ കൊല്ലപ്പെട്ട മാർട്ടിയറായ വിശുദ്ധന്മാരുണ്ട്. അവർക്കിനി മരണമില്ല, അവര് മരിച്ചതാണ്. അല്ലെങ്കിൽ അവര് ഗ്ലോറിഫൈഡ് ബോഡി പ്രാപിച്ചവരാണ്. അവർക്ക് മരിക്കാൻ ഒക്കത്തില്ല, അവർക്കിനി മരണമില്ല. അവര് കർത്താവിന്റെ കാന്തയാണ്. കർത്താവിനോടൊപ്പം, മണവാളനോടൊപ്പം അവര് ഈ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയില് ഇന്ന് യേശുവിനെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അവര്
ഈ ഭൂമിയിലെ ജഡത്തിൽ ജീവിക്കുന്നവർ. ഒലിവുമലയിലേക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ, ആന്റൈക്രൈസ്റ്റിന്റെ പീഡനം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ, ഒലിവുമലയിലേക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്റെ ആണിപ്പാടുള്ള കരങ്ങൾ കർത്താവ് കാണിക്കും. ആ കർത്താവ് തന്റെ കരം, ആ നെയിൽ പ്രിന്റ് കാണിക്കുമ്പോൾ ആ യഹൂദൻ ചോദിക്കുന്ന അത് എന്താണ്? അത് ചോദിക്കുമ്പോഴാണ് മറുപടി, ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വന്നു, എൻ്റെ ഭവനക്കാര് എന്നെ കുത്തിയതാണ് എന്ന് പറയും. അങ്ങനെ സക്കറിയാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതോടുകൂടി യഹൂദൻ as a nation will look unto Messiah, Jesus, and accept him. ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം ഉണ്ടാകുമോ എന്ന് സക്കറിയാവ് ചോദിക്കുക. ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറക്കും. യെസ്, ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറക്കും. അവർ കുത്തിയവങ്കലേക്ക് നോക്കുന്ന ആ നിമിഷം യഹൂദൻ രക്ഷിക്കപ്പെടുമെന്ന് റോമർ 11:26 നാം വായിക്കുന്നു. ഒരു ദിവസം കൊണ്ട് യഹൂദൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ രക്ഷിക്കപ്പെടുമെന്നല്ല, യഹൂദന്റെ നേതൃത്വം, ലീഡർഷിപ്പ് ഓഫ് ദ ജൂവിഷ് പീപ്പിൾ, ലീഡർഷിപ്പ് ഓഫ് ഇസ്രയേൽ, അവര് കുത്തിയവങ്കലേക്ക് നോക്കും, അവർ രക്ഷ പ്രാപിക്കും. ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറന്നു. അപ്പോൾ ഈ രാജ്യം പിറന്നു. അവര് ജഡത്തിലാണ് ഇരിക്കുന്നത്. അവര് മില്ലേനിയത്തിലേക്ക് ജഡത്തിൽ പ്രവേശിക്കാൻ പോകും. ഇതിനോടൊപ്പം 144,000 പേരുടെയും അതുപോലെ 2 സാക്ഷികളുടെയും അതുപോലെ 3 ദൂതന്മാരുടെയും നിത്യസുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വന്നവരും എതിർക്രിസ്തുവിന്റെ പീഡനത്തെ അതിജീവിച്ച് രക്ഷ പ്രാപിച്ചവരും ആയിട്ടുള്ളവരും അവര് ഈ ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്നവരും മില്ലേനിയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ മില്ലേനിയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്നവരുമുണ്ട്, ഗ്ലോറിഫൈഡ് ബോഡിയിൽ ഇരിക്കുന്നവരും മില്ലേനിയത്തിലേക്ക് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി 75 ദിവസത്തെ ഗ്യാപ്പ് എന്തിനാണ്? 75 ദിവസത്തെ ഗ്യാപ്പ് അവിടെ ഭൂമിയിൽ വെച്ച് മറ്റൊരു ന്യായവിധി നടക്കാൻ പോവുകയാണ്. കർത്താവ് അന്ന് ഈ ശരീരത്തിൽ ഇരിക്കുന്നവരോട്, മണവാളനും മണവാട്ടിയും, മണവാളനോടൊപ്പം സഭയും ന്യായം വിധിക്കാൻ പോവുകയാണ്. മണവാളനോടൊപ്പം സഭയും ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കും. എന്തിനാ ന്യായം വിധിക്കുന്നതെന്ന് അറിയാമോ? കർത്താവ് പറയും, എന്റെ ഈ സഹോദരന് നഗ്നനായിരുന്നു, നിങ്ങൾ വന്നു കണ്ടില്ല. വിശന്നു, നിങ്ങള് ആഹാരം തന്നില്ല. ദാഹിച്ചു, കുടിപ്പാൻ തന്നില്ല. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തില് ഉള്ള വാക്യമാണ്. അവിടെ ഷീപ്പും ഗോട്ടും ബ്രദറനും, ഇങ്ങനെ 3 കാറ്റഗറിയെ പറ്റി പറയും. അതായത് എളുപ്പം പറഞ്ഞു പോട്ടെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് പിറകെ നാം പഠിക്കാം. ഈ 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിനെ ആര് സപ്പോർട്ട് ചെയ്തു? ആര് അവർക്ക് താവളം ഒരുക്കി കൊടുത്തുവോ, ഒളിത്താവളം ഒരുക്കി കൊടുത്തുവോ? ഈ 7 വർഷം ആ മഹോപദ്രവത്തിൽ ആര് അവർക്ക് വസ്ത്രം കൊടുത്തുവോ, അവർക്ക് ഉടുക്കുവാൻ, അവർക്ക് പുതയ്ക്കുവാൻ? ആര് അവരുടെ ബിഷപ്പിന് ആഹാരം കൊടുത്തുവോ? അവരെയാണ് ഷീപ്പിന്റെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അവരെ ദൈവം ന്യായം വിധിച്ച് ഈ 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തോ ചെയ്തില്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ന്യായം വിധിച്ച് അവരെ മില്ലേനിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാതെ അവരെ ഉപദ്രവിച്ചവരെ ഗോട്ടിന്റെ കൂട്ടത്തിൽ അവരെ കർത്താവ് തള്ളിക്കളയുന്ന ഒരു ന്യായവിധി, ജഡ്ജ്മെന്റ് ഓഫ് ദ ജെന്റൈൽ നേഷൻ. ഈ 75 ദിവസം ഇത് നടക്കാൻ പോവുക. രണ്ടാമത് നടക്കാൻ പോകുന്നത്, നമ്മൾ ഇനിയും വിവാഹം കഴിഞ്ഞു, സ്വർഗത്തിൽ വെച്ച് മണവാളന്റെയും മണവാട്ടിയുടെയും വിവാഹം കഴിഞ്ഞു. എന്നാൽ ആ മാര്യേജ് സപ്പർ ഈ 75 ദിവസം ഇവിടെ നടക്കാൻ പോവുകയാണ്. മാര്യേജ് നടന്നത് സ്വർഗത്തിലാണ് എങ്കിലും ആ മാര്യേജ് സപ്പർ, ബാങ്കറ്റ് നടക്കാൻ പോവാ ഇവിടെ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു വലിയ സദ്യയില്ലേ,
ആ സദ്യ ഈ 75 ദിവസം കൊണ്ട് നടക്കാൻ പോകും. അതിനുവേണ്ടിയാണ് 75 ദിവസം എങ്ങനെ വന്നെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. 1260 ദിവസം രണ്ടാം പകുതി, അതായത് 3.5 വർഷക്കാലം എന്ന് വെളിപ്പാടിൽ പറയുമ്പോൾ ദാനിയേൽ 12:12 പറയുകയാണ് 1335 ദിവസം കഴിയുമ്പോൾ അത് സംഭവിക്കുമെന്ന്. 1335 മൈനസ് 1260 സമം 75 ദിവസം. ഇനിയും ഈ മാരിയേജ് സപ്പർ ഇവിടെ നടന്നു. ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തുകയാണ്. മാരിയേജ് സപ്പർ ഇവിടെ നടന്നു. ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് സഭ പ്രവേശിക്കാൻ പോവുകയാണ്. along with those who are in their physical bodies. അന്ന് സഭയോട് ചേർന്ന യേശുക്രിസ്തുവും ഗ്ലോറിഫൈഡ് ബോഡിയിൽ ഇരിക്കുന്ന സഭയുമെല്ലാം അന്നിവിടെ വാഴുന്നവരായിരിക്കും. അന്ന് അവരിവിടെ രാജാക്കന്മാരായിരിക്കും. അന്ന് സഭയാകുന്ന നാം എല്ലാവരും പുതിയ ആ ന്യൂ മില്ലേനിയൽ കിങ്ഡത്തിൽ ഗവൺമെന്റ് പൊസിഷൻ വഹിക്കുന്ന റൂളേഴ്സ് ആയിരിക്കും. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ന്യായം വിധിക്കുന്നവരായിരിക്കും. കാരണം ജഡത്തിലുള്ളവർ ഇവിടെ ഉണ്ട്. അവര് വിവാഹം കഴിക്കും, അവർക്ക് വീണ്ടും മക്കളുണ്ടാകും. എന്നാൽ സഭ ഗ്ലോറിഫൈഡ് ബോഡിയിലാണ്. സഭയാണ് ഈ ജനത്തെ അന്ന് നയിക്കുന്നത്. അന്ന് ഒരു പുതിയ ടെമ്പിൾ ഉണ്ടാകും. എതിർക്രിസ്തുവിന്റെ കാലത്തുണ്ടായ ടെമ്പിൾ അല്ല, എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പറയുന്ന ഒരു പുതിയ ടെമ്പിൾ ഉണ്ടാകും. ഇവിടെ ഒരു പുതിയ ടെമ്പിൾ ഉണ്ടാകും. അവിടെ യാഗം ഉണ്ടായിരിക്കുമെന്ന് എസെക്കിയേൽ പറയുന്നു. എന്തിനാണെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ സഭ അന്ന് മണവാളനോടൊപ്പം ഇവിടെ ഭരിക്കുന്നവരായിരിക്കും, ഭരണകക്ഷിയായിരിക്കും. സഭ ഭരണപക്ഷത്തായിരിക്കും, ജഡത്തിലുള്ളവരെ ഭരിക്കുന്നവരായിരിക്കും. അന്ന് 1000 ആണ്ട് വർഷക്കാലം കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, രോഗമില്ല, എന്നാൽ മരണമുണ്ട്. ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ദീർഘായുസ് എന്നുള്ളത് 1000 ആണ്ട് വാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ 100 വയസ്സാകുമ്പോൾ ഒരു വ്യക്തിയെ ചൂണ്ടി, 100 വയസ്സാകുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ട് പറയുന്നത് ബാലൻ എന്നാ പറയുന്നത്. യെശയ്യാവ് 65:20. 100 വയസ്സുള്ള ഒരു വ്യക്തിയെ ചൂണ്ടി അന്ന് പറയുന്നത് അവൻ ബാലനാണെന്നാണ്. 100 വയസ്സിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ തന്റെ പാപം കൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. ഈ 1000 ആണ്ട് വർഷക്കാലം, ആ 75 ദിവസത്തെ കാലത്തില് മറന്നുപോയ കാര്യം, പിശാചിനെ 1000 ആണ്ട് വർഷത്തേക്ക് ബോട്ടംലെസ് പിറ്റിലേക്ക്, അഗാധ കൂപത്തിലേക്ക് പിടിച്ച് ചങ്ങലയിട്ട് ബന്ധിച്ചു കളയും. എന്നാൽ പാപം ഒരു വ്യക്തി 100 വയസ്സിൽ മരിച്ചാൽ അവൻ അവന്റെ പാപം കൊണ്ടാണ് മരിച്ചത് എന്ന് പറയേണ്ടി വരുമെന്ന് യെശയ്യാവ് എഴുതിയിരിക്കുക. എന്തുകൊണ്ടാണ് പിശാചിനെ മാറ്റിയിട്ട് ഇവിടെ പാപമുണ്ടായത്? അതിനൊരു കാരണമുണ്ട്. യു സിൻ നോട്ട് ബിക്കോസ് ഓഫ് യുവർ സിൻ നേച്ചർ ബട്ട് ബിക്കോസ് ഓഫ് യുവർ ചോയ്സ്. ആദമിന് സംഭവിച്ചത് അങ്ങനെയല്ലേ? ആദ്യത്തെ പാപം സംഭവിച്ചത് അങ്ങനെയല്ലേ? സിൻ നേച്ചർ ഉണ്ടായിട്ടല്ല ആദം പാപം ചെയ്യുന്നത്, ബൈ ഹിസ് ചോയ്സ്. എനിവേ, മുന്നോട്ട് പോകട്ടെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. പെട്ടെന്ന് നിർത്തുകയാണ്. 1000 ആണ്ട് വർഷക്കാലത്തിന് ശേഷം പിശാചിനെ അഗാധ കൂപത്തിൽ നിന്ന് തുറന്നുവിടും. അന്ന് ഇവിടെ ഫിസിക്കൽ ശരീരത്തില്, ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്നവർക്ക് മക്കളുണ്ടാകും. ഒരു വലിയ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അവരെ വശീകരിക്കുവാൻ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പിശാച് ഭൂമി ചുറ്റി നടക്കും, അവരെ വശീകരിക്കും. അങ്ങനെ ഒരുപാട് പേര് പിശാചിന്റെ വലയിൽ വീഴും. എല്ലാവരും അല്ല, ഒരുപാട് പേര് പിശാചിന്റെ വലയിൽ വീഴും. അവൻ തന്റെ അവസാനത്തെ പ്രയോഗമായിട്ട് ദൈവത്തിനുമെതിരെ, രാജാവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ പൈശാചിക സാമ്രാജ്യത്തെ, പൈശാചികനോട് ചേർന്നവരെയും കർത്താവായ യേശു നശിപ്പിച്ചു കളയും. പൈശാചികനെ എന്നേക്കുമായിട്ട് പിടിച്ച് ലേക്ക് ഓഫ് ഫയറില്, നിത്യനരകത്തിലേക്ക് പിടിച്ചിടും. അത് കഴിഞ്ഞ ശേഷം ഭൂമി മുഴുവൻ കംപ്ലീറ്റ് ഉരുകി ഒലിച്ച് അതൊരു പുതിയ ഭൂമിയായിട്ട് മാറാൻ പോകുക. ഭൂമിയും സ്വർഗം കൂടെ അങ്ങ് ഒരുമിച്ച് ചേരുവാൻ പോകുക. ഭൂമി തീക്കിരയാകും. ഭൂമി സ്വർഗവും കൂടെ ഒരുമിച്ച് ചേർന്ന് നിത്യത ആരംഭിക്കുവാൻ പോവുക. ആ നിത്യതയിലേക്ക് പ്രവേശിച്ചാൽ ടൈം അവിടെ നിൽക്കുകയാണ്.
ടൈം പിന്നെ അവിടെ ഇല്ല, ഇനിയും കാലങ്ങളില്ല, ഇനിയും നിത്യത മാത്രമേ ഉള്ളൂ. അന്ന് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ ദൂതന്മാരോടുകൂടെ ഒരു പുതിയ പ്രപഞ്ചത്തിലേക്ക്, ഒരു നിത്യ രാജ്യത്തിലേക്ക്, അനന്തതയിലേക്ക്, സമയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, എന്നും സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക്, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമെന്നൊന്നില്ലാത്ത, പൈശാചികനെന്നൊന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കാൻ പോവുകയാണ്. ഞാനിവിടെ നിർത്തട്ടെ. ക്രിസ്ത്യാനികളായ, വീണ്ടും ജനിച്ചവരായ നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് ലോകത്തിന്റെ ഭാവി അറിയാം. ഞാൻ ഇന്നിപ്പം പറഞ്ഞല്ലോ, ഇത് ലോകത്തിന്റെ ഭാവിയാണ്. ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കറിയാം. ഹൗ ബ്ലസ്ഡ് വി ആർ. നമ്മൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യവാന്മാരാണ്. ലോകത്തിന് എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. കൃത്യമായിട്ട് നമുക്ക് ഇന്നതിപ്പോ സംഭവിക്കും, അത് കഴിഞ്ഞ് ഇന്നത് സംഭവിക്കും, അത് കഴിഞ്ഞ് ഇന്നത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. എങ്കിലും എന്താണ് ഈ ലോകം കാത്തിരിക്കുന്നത്, എന്താണ് ഓരോ വ്യക്തികൾക്കും, ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തികൾക്കും എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതൊരു ഭാഗ്യമല്ലേ? നമുക്കറിയാം ഓരോരുത്തരുടെയും ഭാവി എന്താണെന്ന്. എല്ലാവരുടെയും ഭാവി നിർണയിക്കപ്പെടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. വൺ സിമ്പിൾ ഡിസിഷൻ. Whether to accept Jesus or not, whether to accept Jesus Christ or to reject him. അതാണ് ഭാവി. അത് നമുക്കറിയാം, അല്ലേ? അങ്ങനെ ഒരാൾ യേശുവിനെ അംഗീകരിച്ചെങ്കിൽ, യേശുവിനെ സ്വീകരിച്ചെങ്കിൽ, അവൻ ഈ റാപ്ചറില്, ഉൽപ്രാപണത്തിൽ അവൻ എടുക്കപ്പെടും. അവന് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും. അവന് പ്രതിഫലം കിട്ടും. കർത്താവുമായിട്ടുള്ള, മണവാളനുമായിട്ടുള്ള വിവാഹത്തിലേക്ക് അവന് പങ്കെടുക്കുവാൻ, വിവാഹത്തിലേക്ക് മണവാട്ടിയായിട്ട് കടന്നു വരുവാൻ സാധിക്കും. ഭാവി നമുക്കറിയാം. ഓരോ വ്യക്തികളുടെയും ഭാവി അറിയാം. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഭാവി നമുക്കറിയാം. ക്രിസ്ത്യാനികൾക്കറിയാം. ഈ വേദപുസ്തകം ക്യാരി ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വീണ്ടും ജന്മം പ്രാപിക്കണം വീണ്ടും ജന്മം പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ് ഉത്തരവെന്ന് നമുക്കറിയാം. ലോക രാജ്യങ്ങൾക്ക് എന്തുവാ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൽ കൂടി, ദാനിയേലിന്റെ പുസ്തകത്തിൽ കൂടി, സെക്രിയാവിന്റെ പുസ്തകത്തിൽ കൂടി, മാത്യു 25:26 കൂടി, റോമൻസ് 11 കൂടി, ഇസ്രായേലിനെ നോക്കുക. നമുക്കറിയാം ലോകത്തിന്റെ ഭാവി, ലോകത്തിന്റെ ചക്രം എങ്ങോട്ടാ തിരിയുന്നെന്ന്. ഇസ്രായേലിനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇസ്രായേലിന്റെ ന്യൂസ് കാണുക, അവരെന്തുവാ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ഇന്ന് അന്ധതയിൽ കിടക്കുക. ഇസ്രായേൽ ഇന്ന് അന്ധതയിൽ കിടക്കുന്നത് കൊണ്ട് നാം ഇന്ന് പ്രകാശത്തിലേക്ക് വന്നിരിക്കുക. നിങ്ങൾക്ക് കേൾക്കണോ? ഇസ്രായേലിന് അന്ധത, ബ്ലൈൻഡ്നെസ് പിടിച്ചിരിക്കുക. ദൈവം അവരെ ബ്ലൈൻഡ് ആക്കിയിരിക്കുക. കാരണം കർത്താവ് അവരിലേക്ക് വന്നിട്ട് കർത്താവിനെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് കർത്താവ് അവരെ ബ്ലൈൻഡ് ആക്കി. അവരുടെ കണ്ണ് കാണത്തില്ല, കണ്ണ് തുറക്കുന്നില്ല. കണ്ണ് തുറക്കാഞ്ഞത് കൊണ്ട് രക്ഷ നമുക്ക് സംഭവിച്ചു. അവരുടെ റിജക്ഷൻ നമ്മുടെ അനുഗ്രഹത്തിന്, നമ്മുടെ സാൽവേഷന് കാരണമായി തീർന്നു. അങ്ങനാണെങ്കിൽ അവരെ അംഗീകരിക്കാമെങ്കിലോ എത്രമാത്രം അനുഗ്രഹമായിരിക്കും. സോ ഇസ്രായേലിനെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ന് ഇസ്രായേലിൽ മിനിസ്ട്രി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിനിസ്ട്രി ചെയ്യുന്നവര് ആ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ആ ജഡ്ജ്മെന്റ് ഓഫ് ദ നേഷൻസ് വരുന്നത് തന്നെ 144,000 ജൂബിഷ് ഇവാഞ്ചലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുവോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയ. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇസ്രായേലിനെ അനുഗ്രഹിക്കാം. നമ്മൾ ഭാഗ്യ പദവിയിലുള്ളവരാ. നമുക്ക് ലോകത്തിന്റെ ഭാവി അറിയാം. നമുക്ക് ഓരോരുത്തർക്കും ലോകത്തിന്റെ ഭാവി അറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം.